ഹായ് ഗായ്സ്, ഇത് ട്രാവൽ വ്ലോഗാണ് കേട്ടോ. അപ്പോൾ എൻ്റെ റിലേറ്റീവിൻ്റെ മാരേജുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അങ്ങോട്ട് പോകാനായിട്ട് യൂബർ ബുക്ക് ചെയ്യുകയാണ്. അപ്പോൾ യൂബർ ബുക്ക് ചെയ്തിട്ട് റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് പോകുന്നത്. അപ്പോൾ രാവിലെ ഒന്നും കഴിക്കാണ്ട് ഇറങ്ങിയത് കൊണ്ട് തന്നെ നല്ല അട്ടാറ് വിശപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളൊരു ചായയും വടയും വാങ്ങിക്കഴിച്ചു. അതിനുശേഷം റെയിൽവേ സ്റ്റേഷനിൽ പോയി ട്രെയിൻ വരാനായിട്ട് ഒരുപാട് നേരം കാത്തിരുന്നു. വർക്കലയിൽ വെച്ചിട്ടായിരുന്നു മാരേജ്. കല്യാണ വണ്ടിയിൽ പോകാമെന്നായിരുന്നു ഫസ്റ്റ് വിചാരിച്ചിരുന്നത്. പക്ഷേ ഒരുപാട് ദൂരം പാരൻസിന് വണ്ടിയിൽ ഇരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ബസ്സിൽ പോകുമ്പോഴത്തേനും വൊമിറ്റിംഗ് ടെൻഡൻസി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രെയിനിൽ പോകാൻ നമ്മൾ തീരുമാനിച്ചു. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ വരാൻ വേണ്ടി ഒത്തിരി നേരം നമ്മൾ കാത്തിരുന്നു. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ കയറി പിന്നെ വർക്കലയിലെത്തി. അതിനുശേഷം ഓഡിറ്റോറിയത്തിലോട്ട് പോവുകയാണ് നമ്മൾ. അപ്പോൾ ഓഡിറ്റോറിയത്തിൽ ഓട്ടോ പിടിച്ചിട്ടാണ് പോകുന്നത് കേട്ടോ. സ്ഥലമൊന്നും അറിയത്തില്ലായിരുന്നു, എങ്ങോട്ടാണ് ഓട്ടോ കൊണ്ടുപോകുന്നത്, എവിടെയാണ് സ്ഥലം എന്നൊന്നും നല്ല കൺഫ്യൂഷനായിരുന്നു. പിന്നെ ഗൂഗിൾ മാപ്പൊക്കെ നോക്കിയിട്ടാണ് ഇരുന്നത്. കാരണം നമുക്ക് ലേറ്റ് ആവുന്നൊരു ടെൻഷനായിരുന്നു. 11:50 മുഹൂർത്തം. അപ്പോൾ നമ്മൾ 11:30 നമ്മൾ ഓട്ടോയിൽ കിടന്ന് കറങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ പേടിയായിരുന്നു നേരത്തെ എത്തുമെന്ന്. പക്ഷേ ലക്ക് എന്ന് പറയാൻ നമ്മൾ താലികെട്ടുന്നതിന് കുറച്ച് മുമ്പ് തന്നെ എത്തിയിരുന്നു. അതിനുശേഷം താലികെട്ട് ചടങ്ങെല്ലാം കഴിഞ്ഞ ശേഷം നമ്മൾ ഫോട്ടോയ്ക്കൊക്കെ നമ്മളും ചെന്ന് ഫോട്ടോയൊക്കെ എടുത്തതിന് ശേഷം ഫുഡ് കഴിക്കാൻ പോയി. നല്ല ഫുഡായിരുന്നു. ഫുഡ് കഴിച്ചതിന് ശേഷം റിലേറ്റീവ്സിനെയൊക്കെ കണ്ടു, സംസാരിച്ചു. അതിനുശേഷം പെണ്ണിനും ചെക്കനും ഗിഫ്റ്റ് കൊടുത്തതിന് ശേഷം നമ്മൾ ഓട്ടോ പിടിച്ച് ശിവഗിരിയിലോട്ടാണ് പോയത്. ശിവഗിരിയിൽ ഞാൻ കുഞ്ഞുനാളിലെ പോയതാണ്. ഐ തിങ്ക് ഞാൻ LKG UKG അങ്ങോട്ട് പഠിക്കുമ്പോഴാണ് പോയത്. അപ്പോൾ ആ ഒരു ടൈമിൽ പോയത് എനിക്ക് ഓർമ്മയേ ഇല്ല, സത്യം പറയാമല്ലോ. വീട്ടിലുള്ളവർ പറഞ്ഞിട്ടാണ് ഞാൻ പോയിട്ടുണ്ടെന്ന് ഒരു ഓർമ്മയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ സ്ഥലം കണ്ടപ്പോഴത്തേക്ക് പുതിയതായിട്ട് കണ്ടതായിട്ടാണ് ഒരു ഫീല് തോന്നിയത്. പിന്നെ ഇവിടുത്തെ സ്ഥലം എന്ന് പറയുന്നത് അടിപൊളിയാണ്. ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ്. പിന്നെ ഇവിടെ ഒരുപാട് നടക്കാനുണ്ട് കേട്ടോ, പടി കയറാനൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ ഗുരുവിൻ്റെ സമാധിയിലോട്ട്, മഹാസമാധി നടത്തിയിരിക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് നല്ല പടിയാണ്. നമ്മൾ എന്താ പറയുക, ഒരുപാട് നടക്കാനുണ്ട്. തേരീന്ന് നമ്മളിവിടെ പറയും ട്രിവാൻഡ്രം സ്ലാങ്ങിൽ. അപ്പോൾ വീഡിയോ കാണുന്നതിൽ പുറത്തുള്ള സ്ഥലത്തിലുള്ള ആൾക്കാരുണ്ടെങ്കിൽ തേരീന്ന് കേൾക്കുമ്പോൾ ചിലവർക്ക് അറിയത്തില്ലായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയുന്നത്. തേരി എന്ന് പറയുമ്പോഴത്തേനേക്കും ഇങ്ങനെ സ്ലാൻഡഡ് ആയിട്ടുള്ള ഏരിയ. ഓക്കെ, അപ്പോൾ പടി ഒരുപാട് കയറാനുണ്ടായിരുന്നു. അങ്ങനെ പടിയെല്ലാം കയറി മഹാസമാധിയെല്ലാം കണ്ടു. ഞാൻ അവിടുത്തെ വിഷ്വൽസ് എല്ലാം നിങ്ങൾക്ക് വേണ്ടിയിട്ട് എഡിറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ പടി കയറുന്നതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെന്താ, ഞാൻ പറഞ്ഞില്ലേ, ആദ്യമായിട്ട് പോയൊരു ഫീലാണ് എനിക്ക് തോന്നുന്നത്. കുഞ്ഞിലേ പോയിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ട് പോയൊരു ഫീലായിരുന്നു. പിന്നെ എന്താ പറയുക, പിന്നെ ഇവിടെ 2 ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നു. അതിവിടുത്തെ ഇവിടെ തന്നെ അന്തേവാസികളായിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അതിൽ ഒരാൾ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചും പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എത്ര വർഷമായി ഇത് തുടങ്ങിയിട്ട്, ഈ തുടങ്ങി മീൻസ് ഇതിവിടെ ഈ ഒരു എന്താ പറയുക, ഈ ഒരു വർക്കലയിൽ ശിവഗിരി എത്ര വർഷമായി, പിന്നെ ആൾക്കാർ വരുന്ന കാര്യങ്ങൾ, ടൂറിസ്റ്റുകൾ വരുന്ന കാര്യങ്ങൾ, പിന്നെ ഇവിടുത്തെ ചരിത്രങ്ങൾ, ശ്രീനാരായണ ഗുരുവിനെ പറ്റിയിട്ടുള്ള ചരിത്രങ്ങൾ, ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യന്മാരുടെ ചരിത്രങ്ങൾ, ഇവിടുത്തെ മഹാസമാധിയുടെ പ്രത്യേകത, ഇവിടുത്തെ അമ്പലത്തിലെ പൂജകൾ എല്ലാം വിശദമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ എല്ലാം നന്നായിട്ട് ചുറ്റി നടന്ന് കണ്ടു. പിന്നെ ഇവിടെ നിങ്ങൾ രാവിലെ നട തുറക്കുന്ന ടൈമിൽ അല്ലെങ്കിൽ വൈകിട്ട് 4:30 ശേഷം വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടുത്തെ ഫുൾ കാഴ്ചകളും കാണാം. ഞാൻ ചെന്നപ്പോഴത്തേനേക്കും ഞാൻ ഒരു ഉച്ച സമയമായത്, ഞാൻ പറഞ്ഞില്ലേ മാരേജിന് ശേഷം പോയത്, അതുകൊണ്ട് ഒരു ഉച്ച സമയമായതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ട് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരുപാട് ചുറ്റി നടന്ന് കാണാനൊന്നും പറ്റിയില്ല. എന്നാലും അവിടെ കുറച്ചൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഞാനാണ് കേട്ടോ അത് നടന്നു പോകുന്നത്. ഓക്കെ, അപ്പോൾ ചുറ്റി നടന്ന് കണ്ടു. എന്നാലും മഹാസമാധി അവിടെ ഓപ്പൺ ആയില്ല. ജസ്റ്റ് അവിടെ ഫുൾ ചുറ്റി നടക്കാൻ മാത്രം പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. അവിടെ ഫുൾ ഓപ്പൺ ആയിരുന്നില്ല. അപ്പോൾ ഇനി ഒരു പ്രാവശ്യം കൂടെ പോയി അവിടെ ഫുൾ കാണണം എന്നൊരു ആഗ്രഹമുണ്ട്. കാരണം അവിടെ ഫുൾ കാണാൻ പറ്റാത്തതിൻ്റെ ആ ഒരു വിഷമമുണ്ട്. അപ്പോൾ ഇനി ഒരു പ്രാവശ്യം പോകണം, പ്ലാൻ ചെയ്ത് പോകണം. ഇപ്പോൾ നമ്മൾ പ്രീ പ്ലാൻ ചെയ്ത് പോയതല്ലല്ലോ, അൺഎക്സ്പെക്റ്റഡായിട്ട് പോയതാണ്. ആക്ച്വലി ഞാൻ മാരേജ് കഴിഞ്ഞതിന് ശേഷം വർക്കല ബീച്ചിൽ പോകാമെന്ന് ഞാൻ വാശി പിടിച്ചിരുന്നു കേട്ടോ. അപ്പോൾ അച്ഛനൊക്കെ പറഞ്ഞു, ഉച്ച ടൈമിലാണോ ബീച്ചിൽ പോകുന്നത്, വേണ്ട നമുക്ക് പിന്നെ ഒരു ദിവസം ബീച്ചിൽ പോകും അച്ഛൻ പറഞ്ഞു. അതുകൊണ്ടാണ് പിന്നെ ബീച്ചിൽ പോകാതെ ഇങ്ങോട്ട് വന്നത്. ഇവിടുത്തെ ഒരു ലിമിറ്റേഷനായിട്ട് എനിക്ക് തോന്നിയതെന്ന് പറഞ്ഞാൽ ബസ് വളരെ കുറവാണ്. ബസ് വന്നാൽ തന്നെ എടുക്കാൻ ഒരുപാട് നേരം. 4:30 ഞാനും അച്ഛനും അമ്മയും ബസ്സിൽ കയറിയപ്പോൾ അതാണ്ട് ബസ്സിൽ ആരും ഇല്ലായിരുന്നു. പിന്നെ ബസ്സിൽ ബോറടിച്ചിരുന്നപ്പോഴത്തേക്ക് ഒരു ആൻറ്റി വന്നു. പിന്നെ ആ ആൻറ്റി നമ്മൾ 3 പേര് മാത്രം ബസ്സിൽ. കണ്ടക്ടറും ഡ്രൈവറും ഒക്കെ ബസ് ഇവിടെ ഒതുക്കി നിർത്തിയിട്ട് എങ്ങോട്ടാ പോയി. ബസ്സിൽ കണ്ട ആരുമില്ല, നമ്മൾ മാത്രമേ. ഫ്രണ്ടിലൊരു ആൻറ്റി ഉണ്ട് കേട്ടോ. ഫ്രണ്ടിൽ ആൻറ്റി ഒഴിച്ചാൽ വേറെ ആരുമില്ല. പിന്നെ നമ്മൾ ബസ് എടുക്കുന്നവർ അത്രയും നേരം അങ്ങനെ ഇരുന്നു. 4:30 മുതൽ 5:30 വരെ ആ ബസ്സിൽ നമ്മൾ അങ്ങനെ ഇരുന്നു. ആലോചിച്ച് നോക്കി, വേറെ ബസ്സൊന്നും വന്നില്ല ആ റൂട്ടിൽ. പിന്നെ 5:30 ബസ് എടുത്തു. നമ്മളിനി നേരെ പോകുന്നത് റെയിൽവേ സ്റ്റേഷനിലോട്ടാണ്. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ടും അവിടെയും നമ്മൾ പോസ്റ്റായിരുന്നു.
അവിടെ 5:51 ട്രെയിൻ വരേണ്ടത്. പക്ഷെ ട്രെയിൻ എത്തിയപ്പോഴത്തേക്കും 6:15, 6:10 അതിനിടയ്ക്ക് കറക്റ്റ് ടൈം ഓർമ്മയില്ല. പക്ഷേ 6:15 6:10 ഇടയായി. അപ്പോൾ അത്രയും നേരം നമ്മളിങ്ങനെ ബോറടിച്ചിരുന്നതുകൊണ്ട് പിന്നെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു. ഇപ്പോൾ കുറേ പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ബോറടിച്ചപ്പോഴത്തേക്കും പിന്നെ ഒരിടത്ത് ഇരിപ്പായി. പിന്നെ കുറേ നേരം ഇരുന്നു നടന്നു, ഫോണിൽ കളിച്ചു, റീൽസൊക്കെ കണ്ടിരുന്ന് ട്രെയിനുകൾ പോകുന്നതിൻ്റെ എണ്ണം എല്ലാം നോക്കി ഇരുന്നപ്പോഴത്തേക്കും ട്രെയിൻ വന്നു. പിന്നെ ട്രെയിനിനകത്ത് കയറി. ജനറൽ കമ്പാർട്ട്മെൻറ്റ് ആയതുകൊണ്ട് സീറ്റ് കിട്ടത്തില്ല എന്നാണ് വിചാരിച്ചത്. പക്ഷേ ദൈവസഹായത്തിൽ സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ട്രെയിനിൽ കയറി തുടങ്ങി. ഓരോ സ്ഥലത്തോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ട്രെയിൻ. ഞാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് എല്ലാ സ്ഥലവും വീഡിയോയിൽ ക്യാപ്ചർ ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്. അങ്ങനെ ഒരുപാട് നേരത്തിന് ശേഷം അവസാനം ട്രിവാൻഡ്രം റെയിൽവേ സ്റ്റേഷനിലെത്തി. നമ്മൾ വീട്ടിൽ വരാനായിട്ട് യൂബർ ബുക്ക് ചെയ്തു. അങ്ങനെ യൂബർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ യൂബർ വന്നു. യൂബറിനകത്ത് കയറി പിൻ നമ്പറെല്ലാം പറഞ്ഞു കൊടുത്തു. ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ ഞാൻ എൻ്റെ വീട്ടിലെത്തും. വീട്ടിലെത്തിയതിന് ശേഷം ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നല്ല ക്ഷീണം എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തതിന് ശേഷം ഞാനൊന്ന് പോയി കിടന്ന് ഉറങ്ങട്ടെ. അപ്പോൾ ഓക്കെ, ബൈ.